അങ്ങനെ നമ്മുടെ ആര്യമോളുടെ സേതുമോൻ്റെയും ഫോട്ടോഷൂട്ട് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. കല്യാണമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ചെറിയ രീതിയിൽ അവരുടെ ഒരു ഫോട്ടോഷൂട്ടും കാര്യങ്ങളും നടത്താമെന്ന് വിചാരിച്ചു. അങ്ങനെ ക്യാമറാമാന്മാർ നിരന്നിങ്ങനെ നിന്ന് ഫോട്ടോസും വീഡിയോസും എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര ഹാപ്പിയായിരുന്നു കേട്ടോ. ഭയങ്കര സന്തോഷം എന്ന് വെച്ചാൽ ഭയങ്കര സന്തോഷമായിരുന്നു. എങ്ങനെ പറയണമെന്നൊന്നും അറിയത്തില്ല. കാരണം അവരുടെ കുറേ നാളത്തെ കാത്തിരിപ്പാണ്. കുറേ അധികം പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ വന്നിട്ടുണ്ടെങ്കിലും ദൈവം സഹായിച്ച് എല്ലാം നല്ല രീതിയിൽ അവസാനിച്ചു. എല്ലാം നല്ല രീതിയിൽ കഴിയാനായിട്ട് ദൈവം തുണച്ചു എന്ന് വേണം പറയാനായിട്ട്. സത്യത്തിൽ എന്താ അതിൻ്റെ വെയിറ്റ് കാരണം സന്തോഷവും സമാധാനവും നിറഞ്ഞ വിപുലീകൃതമായ ഈ സന്തോഷ ദിവസത്തിനായിട്ട് ഞങ്ങളെ സ്തോത്രം ചെയ്യുന്നു. ദൈവമേ, വിവാഹം ദൈവത്താൽ സ്ഥാപിക്കപ്പെട്ടതും വിശദീകരിച്ചനുസരിക്കപ്പെട്ടതുമായിരിക്കുന്നുവല്ലോ. പ്രധാനമയുടെ പ്രിയമക്കൾ രണ്ടുപേരും രാജ്യത്തിൻ്റെ നിയമമനുസരിച്ച് ഇന്നലെ ഈ ദിവസം രജിസ്റ്റർ ഓഫീസിൽ വെച്ച് വിവാഹം രജിസ്റ്റർ ചെയ്യുന്നതിനും ഭാര്യ ഭർത്താക്കന്മാരായിത്തീരുന്നതിനും ലഭിച്ച അവസരത്തെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. ഇന്ന് പ്രിയപ്പെട്ടവരുടെയും ബന്ധുജനങ്ങളുടെയും സാക്ഷിക്കാരുടെയും മാതാപിതാക്കളുടെയൊക്കെ അനുഗ്രഹത്തോടും ആശീർവാദത്തോടും പ്രാർത്ഥനയോടും കൂടെ കാലിമാല വിവാഹ ജീവിതത്തിൻ്റെ അടയാളമായി ധരിപ്പിക്കുന്നതിന് മകൻ ഒരുങ്ങുമ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹവും എല്ലാ കൃപകളും നന്മകളും ഇവരുടെ ജീവിതത്തിൽ പകരുമാറായണമേ എന്ന് ഹൃദയത്തോടെ പ്രാർത്ഥിക്കുന്നു. വിവാഹത്തിൻ്റെ വിശുദ്ധിയെയും കുടുംബജീവിതത്തിൻ്റെ ഗൗരവത്തെയും ശരിയായി ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാവരുടെയും പ്രാർത്ഥനയുടെ അനുഗ്രഹത്തിൻ്റെ സഹകരണത്തിൻ്റെ തണലിലാകുന്ന മക്കൾ അനുഗ്രഹീതമായ മാതൃകയുള്ള കുടുംബജീവിതം നയിക്കുന്നതിനും ദൈവം തൻ്റെ മക്കൾക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന സകല നന്മകളും അവരുടെ ജീവിതത്തിൽ സ്ഥാപിക്കുന്നതിനും നമുക്ക് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രണ്ടുപേരുടെയും മാതാപിതാക്കൾ, സഹോദരങ്ങൾ, ബന്ധുജനങ്ങൾ, സാക്ഷിക്കാർ എല്ലാവരെയും ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ യാത്രകളിലെ ദൈവം കൂടെ എന്നതിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. നമസ്കരിക്കുന്ന വിരുന്നിനെ വാഴ്ത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും സന്തോഷത്തോടുകൂടെ ഇതാ വിരുന്നിൽ പങ്കുചേർന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അത് അനുഗ്രഹിച്ച് മടങ്ങിപ്പോയി സഹായിക്കുന്നു. യേശുവിനെ പ്രാർത്ഥന കുട്ടികളുടെ പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നാരിമാരെയും അത് നമ്മളെ കണക്ക് ഒരു 2 മിനിറ്റ് കാണോ. എങ്ങനെയായിരുന്നു ഗെയിമിലൊക്കെ എത്രത്തോളം ആക്റ്റീവാണ്? എന്താണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഞാനിപ്പോൾ 2 വർഷം ഞാൻ ഗോൾഡ് കളിച്ചു. നിങ്ങൾ പ്രണയിച്ചു, അത് കഴിഞ്ഞിട്ടുള്ള ലൈഫൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? പൊളിച്ച് അങ്ങനെയല്ല, ആദ്യം വീട്ടിൽ പറഞ്ഞായിരുന്നു. പിന്നെ അവര് പറഞ്ഞ് ചെറുക്കൻ്റെ അടുത്ത് സംസാരിക്കണം അങ്ങനെ ഒരു പറഞ്ഞു. അപ്പോൾ കല്യാണം ഉറപ്പിച്ചപ്പോഴായിരുന്നു? കല്യാണം ഉറപ്പിച്ചത് 1 മാസം. എവിടെയൊക്കെ കറങ്ങാൻ പോയിട്ടുണ്ട്? ആദ്യം ഫസ്റ്റ് ടൈം തിരുവനന്തപുരം മൊത്തം കറങ്ങി. ആദ്യം വണ്ടി കയറാൻ പേടിയായിരുന്നു. എല്ലാ ബോർഡ് വണ്ടി കയറി കഴിഞ്ഞാൽ എല്ലാ ബോർഡും നോക്കി എവിടെയൊക്കെയാണ്. പിന്നെ നമ്മള് പഠിക്കണമല്ലോ. പോയി ഇഷ്ടപ്പെട്ട സ്ഥലങ്ങൾ എന്തൊക്കെയായിരുന്നു? പിന്നെ വിനോചേട്ടനെ വീട്ടിൽ പോയി ശാസ്താംകോട്ട. ഇപ്പോൾ നിങ്ങൾ രണ്ടുപേരെയും ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ പറഞ്ഞു. എപ്പോഴും ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് എന്ത് വിഷയത്തെക്കുറിച്ചായിരിക്കും? ഇപ്പം മാരേജിനെ പറ്റി സംസാരിക്കും. എന്തായിരുന്നു നിങ്ങളുടെ പ്ലാൻ മാരേജിനെ പറ്റിയുള്ള? ശരിക്കും ഇന്നലെ രജിസ്റ്റർ മാരേജ് ആയിരുന്നു കഴിഞ്ഞ് 15 വീട്ടിൽ ചെറിയ ചടങ്ങുണ്ടായിരുന്നു. ഇങ്ങനെ തന്നെയാണോ ഉദ്ദേശിച്ചത്? വലുതായിട്ടൊന്നും നമ്മളങ്ങനെ
ചെറിയ രീതിയിൽ നടത്താം. ചെറുതായിട്ട് നടത്തണം എന്നാണ് ഇതിപ്പം വിചാരിച്ചത്. ഇവിടെ വീട്ടുകാർക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു വലുതായിട്ട് നടക്കണം. അങ്ങനെയാണ് നമ്മുടെ ചേച്ചി രജിസ്റ്റർ മാരേജ് കഴിഞ്ഞ് ഫംഗ്ഷൻ ഒന്നും വെക്കണ്ട അങ്ങനത്തെ ഒരു ഇതിലായിരുന്നു. ചുമ്മാ പൈസ മുടക്കണ്ട എന്നാണ് നമ്മുടെ വീട്ടുകാരുടെ ആഗ്രഹം. ഇപ്പോൾ നാട്ടിലെല്ലാവരും ഭയങ്കര നമ്മൾ രാവിലെ വന്നാണ് നാട്ടിൽ ജനങ്ങൾ മൊത്തം എത്തിയിരുന്നു ആര്യയുടെ ഇതിനെ കല്യാണം കാണാൻ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പോൾ ആ സന്തോഷമൊക്കെ കണ്ടപ്പോൾ ശരിക്കും എന്ത് തോന്നുന്നു? പക്ഷെ നമ്മളെ നെഗറ്റീവ് പറഞ്ഞവരും വന്നല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് അപ്പോൾ ഈ നാട്ടിലുള്ളവർ നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ടോ? അതൊക്കെ ഇപ്പോൾ മാറിയോ? അവരിന്ന് കണ്ടപ്പോൾ തന്നെ അവർക്ക് മനസ്സിലായി. ഇപ്പോൾ ഈ നിമിഷത്തിൽ ഏറ്റവും സന്തോഷമുള്ള നിമിഷമാണ് ശരിക്കും എന്താണ് ആദ്യത്തെ തോന്നുന്നത്? പക്ഷെ നമ്മുടെ ഈ നെഗറ്റീവ്സ് പറഞ്ഞവരുടെ മുമ്പിൽ തന്നെ നമ്മൾ നിവർന്നു. ഇനി എന്താണ് ഫ്യൂച്ചർ പ്ലാൻ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ? ഈ കേസ് നോക്കാം, ഒരു ജോലി വാങ്ങാം, ഏതൊരു പഠിച്ചു ഡിഗ്രി ബികോം. ഇപ്പോൾ എങ്ങനെയാണ് ബാക്കിയുള്ള ഹണിമൂൺ ട്രിപ്പുകളും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നത്? പ്ലാൻ ചെയ്തിട്ടില്ല, ഇനി വേണം പ്ലാൻ ചെയ്യാൻ. ഇപ്പോൾ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര സജീവമാണ്, ആര് ഭയങ്കര വ്ളോഗ് ചെയ്ത് ഭയങ്കര സജീവമായിട്ടിരിക്കും. ഇപ്പോൾ ഒത്തിരി പ്രേക്ഷകരുണ്ട്, അവരോടൊക്കെ എന്താണ് പറയാനുള്ളത്? നമ്മളെ ഇനിയും സപ്പോർട്ട് ചെയ്യണം. സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും പറയൂ, നിങ്ങൾ പറ. ഇനി നമ്മളെ നേരത്തെ പോലെ സപ്പോർട്ട് ചെയ്യണം. എന്തൊക്കെയായിരിക്കും പുതിയ വ്ളോഗുകൾ എന്തൊക്കെയായിരിക്കും വരാൻ പോകുന്നത്? അങ്ങനെയൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല. ഡെയിലി വ്ളോഗ്സ് അങ്ങനെ. കല്യാണം കഴിഞ്ഞപ്പോൾ തന്നെ രണ്ടെണ്ണത്തിന് ഇൻ്റർവ്യൂ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. നമ്മുടെ മലയാളി ഓൺലൈൻ മലയാളി മീഡിയ എന്ന അന്തൂരി ചാനലിൻ്റെ പേര് അവിടെ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ രണ്ടുപേരുടെയും ഇൻ്റർവ്യൂവും കാര്യങ്ങളും എടുത്തുകൊണ്ടിരിക്കുകയാണ്. അവരുടെ കാര്യങ്ങളെല്ലാം അറിയാൻ വേണ്ടിയിട്ട് ആഗ്രഹമുണ്ട്. ഇൻ്റർവ്യൂ എടുത്തിട്ടുണ്ട്. അവർക്ക് സത്യത്തിൽ ഇൻ്റർവ്യൂ കൊടുത്ത് ശീലം ഇല്ലാത്തത് കൊണ്ട് അവർക്കാണെങ്കിൽ എന്താ പറയേണ്ടത് എന്നൊന്നും അറിയത്തില്ല. എങ്കിലും രണ്ടുപേരും ആണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഇൻ്റർവ്യൂസും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട്. നമ്മൾ പിന്നെ ആണെങ്കിൽ ചെറിയൊരു എന്താ പറയുന്നത് ഒരു മോട്ടിവേഷനൊക്കെ കൊടുക്കേണ്ടി വന്നു. എങ്കിലും കുഴപ്പമില്ലാണ്ട് വരും. നന്നായിട്ട് ഇൻ്റർവ്യൂ ഒക്കെ കൊടുത്തു, നന്നായിട്ട് തന്നെ എല്ലാം അവസാനിച്ചു. പിന്നെ രണ്ടുപേരും ഭയങ്കര ടെൻഷനായിരുന്നു കേട്ടോ. എന്നുവെച്ചാൽ അറിയാലോ എല്ലാവർക്കും കല്യാണ സമയത്ത് കല്യാണത്തിനുള്ള എല്ലാവർക്കും ടെൻഷൻ ഉണ്ടാകും. ആ ടെൻഷനിലൂടെയാണ് രണ്ടുപേരും കടന്നു പോയിക്കൊണ്ടിരുന്നത്. ടെൻഷൻ ചെറിയ രീതിയിലൊന്നുമല്ല, ഭയങ്കര ടെൻഷൻ. കാരണം രണ്ടെണ്ണത്തിന് ചിരിക്കാൻ പോലും പറ്റുന്നില്ല. ലാസ്റ്റ് ചിരിച്ച് രണ്ടിനും ചിരി വേദനിക്കുന്നു പറയാൻ തുടങ്ങി. ഫേസ് കുറച്ച് ഫേസ് അത്ര ഡൗൺ ചെയ്ത് ഓക്കെ ഓക്കെ. ഇതെത്ര ക്യാമറമാൻ എല്ലാരും ഓരോരോ മീഡിയം. ഓക്കെ ബ്രോ ഫോൺ
ചോടെ എവിടെയുണ്ട് ആര്യ ചേച്ചി വേറെ ഫോട്ടോ ഡാ ഡാ ആ ഫോണാ ഈയിടെ ഷോർട്സ് ഇട്ടുന്നുണ്ടല്ലോ നാസി. ഇവിടെ നോക്കി ഇവിടെ നോക്കി ഇവിടെ നോക്കണേ ഇവിടെ ബ്രോ ഇവിടെ നോക്കി ഇത് വേണോ? രണ്ട് ഫോട്ടോ അതിനെടുത്ത് മാറ്റാം. ഇവിടെ നോക്കി എന്താ അതിന്റെ വെയിറ്റ് കാരണം